അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു അടയാളത്തെക്കുറിച്ചാണ്. സീൻ എന്ന അടയാളം. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മുകളിൽ ചെറിയൊരു സീൻ കണ്ടാൽ മനസ്സിലാക്കുക, അവിടെ ശ്വാസം വിടാതെ ഒന്ന് നിർത്തി ഓതുക, ഒന്ന് നിർത്തി പാരായണം തുടരുക എന്നുള്ളതാണ്. ഉദാഹരണമായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും സൂറത്ത് ഖിയാമൽ 27-ാമത്തെ വചനം, 26-27 വചനങ്ങൾ നോക്കുക. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വഖീല മൻ റാഖ്. അവിടെ മൻ എന്നുള്ള മുകളിലാണ് സീന് കാണുന്നത്. അപ്പോൾ മൻ റാഖ് എന്ന് ചേർത്ത് ഓതാതെ, അല്ലെങ്കിൽ മൻ എന്ന് കുറേ സമയം നിർത്തി വഖഫ് ചെയ്യാതെ എങ്ങനെ ഓതേണ്ടത്? വഖീല മൻ റാഖ്. അതിൻ്റെ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മരണാസന്നമാകുന്ന സമയത്ത് ആ മരണപ്രാളത്തിൽ ആരാണ് ചികിത്സകനുണ്ടോ എന്ന് ചോദിക്കുന്നൊരു രംഗമാണ്. അപ്പം മൻറാക്ക് എന്നുള്ളത് ഒരു കലിമത്തായിട്ട് തോന്നാതിരിക്കാനാണ് അങ്ങനെ തന്നെ ഓതണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് മുത്തഫിഫിലെ 14-ാമത്തെ വചനം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവിടെ ബൽ എന്നുള്ളതിന് മുകളിൽ ഇതുപോലെ സീന് കാണാൻ സാധിക്കും. ബൽ റാന അങ്ങനെ ഓതാതെ ബൽ റാന അലാ ഖുലൂബിഹിം അങ്ങനെ സക്ത ചെയ്ത് ഓതുന്നതാണ്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ 52-ാമത്തെ വചനം, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. പലപ്പോഴും മർഖദിന ഹാദാ എന്നങ്ങനെ ചേർത്ത് ഓതാറുണ്ട് പലരും. അങ്ങനെയല്ല ഓതേണ്ടത്. മർഖദിന, അവിടെ അതിന് മുകളിൽ സീന് കാണാം, അവിടെ സക്ത ചെയ്യണം. വഖഫ് ചെയ്യണമെന്നില്ല, വഖഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം അവിടെ ഖില എന്ന വഖഫിന്റെ ഒരു അടയാളവും കാണാം ചില മുസാഫുകളിലൊക്കെ. അപ്പൊ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചേർത്ത് പോകണമെങ്കിൽ എങ്ങനെ വേണം? മിൻ മർഖദിന ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. കാരണം മർഖദിന എന്ന് വരെയുള്ളത് നിഷേധികൾ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് പറയുന്ന വാക്കാണ്. ആരാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് ഉയർത്തിയതെന്ന്. അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുന്നതാണെന്ത്? ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. പരമകാരുണികന്റെ വാഗ്ദാനമാണിത്, മുർസലീങ്ങൾ പറഞ്ഞ സത്യമാകുന്നു. സൂറത്ത് അൽ കഹ്ഫിലെ 1-ാമത്തെ വചനം നമുക്കറിയാം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ. ആ ആയത്ത് രണ്ടും ചേർത്ത് ഓതാണെങ്കിൽ, വഖഫ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ചേർത്ത് ഓതുമ്പോൾ അവിടെ ഒരു സീന് കാണാം, ഇവജ എന്നുള്ള മുകളിൽ. അപ്പൊ എങ്ങനെ ഓതണം? ഇവജ ഖയ്യിമൻ അങ്ങനെ ചേർത്ത് ഓതാൻ പാടില്ല. സാധാരണഗതിയിൽ ചേർത്ത് ഓതുമ്പോൾ അങ്ങനെയാണ് ഓതുക. പക്ഷെ ഈ ആയത്ത് ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഇവജ ഖയ്യിമൻ ലിയുൻദിറ. കാരണം വിശുദ്ധ ഖുർആൻ ഇറക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞ അള്ളാഹു ഖുർആനിന് ഒരു വക്രതയും വരുത്തിയിട്ടില്ല. പിന്നെ ചൊവ്വായ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ രണ്ട് സിഫത്തുകൾ പറയുന്നത്. അപ്പോൾ ഇവജൻ ഖയ്യിം എന്ന് ചേർത്ത് ഓതുമ്പോൾ വക്രത എന്നുള്ളതും ഋജുവായത് എന്നുള്ളത് രണ്ടും ഒന്നിച്ചൊരു സിഫത്ത് പോലെ വരാതിരിക്കാനാണ് അങ്ങനെ ഓതണമെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4-5 സ്ഥലങ്ങളിൽ ഹഫ്സിന്റെ ഖിറാഅത്തിൽ ഇത് കാണാൻ സാധിക്കും. മൊത്തത്തിൽ മനസ്സിലാക്കുക, സീന എന്ന അടയാളം കാണുമ്പോൾ അവിടുത്തെ നിയമം എന്താണ്? ചെറുതായിട്ട് നിർത്തിയിട്ട് പാരായണം തുടരുക എന്നുള്ളതാണ്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും പിൻപറ്റാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.